ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ബോഗിൻവില്ല എന്ന അമൽ നിർദ് സിനിമ റിലീസായിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. അമൽ നിർദിന്റെ അടുത്ത സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അമൽ നിർദിന്റെ സംവിധാനത്തിൽ നെസ്ലിൻ, സൗബിൻ, ഷൈൻടോം ചാക്കോ, ശ്രീനാഥ് ബാസി തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആണ് ഉടനെ ആരംഭിക്കുന്നത്. ഒരു ബാച്ചിലർ പാർട്ടി വൈബിലുള്ള സിനിമയാണ് എന്ന് നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകളിലുള്ള ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളിൽ ഒരാളായിട്ട് പ്രണവിനെ നേരത്തെ തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ പ്രണവ് ഈ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും അവസാനമായിട്ട് പ്രോജക്റ്റിനെ കുറിച്ച് വന്നിരിക്കുന്നത്. സിനിമയുടെ ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾക്ക് കാത്തിരിക്കൂ. DSERA പ്രണവിന്റെ ഈ മാസം അവസാനം തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമയാണല്ലോ. ചിത്രത്തിന്റെ ഫാൻ മെയ്ഡ് എന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത പല പോസ്റ്റേഴ്സ് ഇതിനോടൊപ്പം തന്നെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആ എഡിറ്റ് ചെയ്ത ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യാതിരിക്കുക, റീഷെയർ ചെയ്യാതിരിക്കുക, ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യം തന്നെ ബബബ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് വന്നിരിക്കുന്നു. ഈ കാണുന്ന ദിലീപിന്റെ സ്റ്റില്ല് സിനിമയുടെ ലീക്കാക്കപ്പെട്ട ഒരു സ്റ്റില്ലാണ്, അതല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് അണിയറ പ്രവർത്തകരിൽ നിന്ന് പുറത്തു വന്നതാണ് എന്ന രീതിയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് AI ജനറേറ്റഡ് ഇമേജ് ആണ് എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവസാനമായിട്ട് ലാലേട്ടനിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടൻ ഒരുപാട് അന്യഭാഷാ സിനിമ ചർച്ചകളിലേക്ക് പോയിരിക്കുന്നുവെന്ന് മുൻപ് പലതവണ പ്രേക്ഷകരെ അറിയിച്ചതാണ്. അവയിൽ ഒരു പ്രോജക്റ്റിന്റെ റിപ്പോർട്ട് ഇന്ന് പുറത്തു വരുമ്പോൾ ലാലേട്ടന്റെ സുഹൃത്തും തെലുഗു സൂപ്പർ താരവുമായ ചിരഞ്ജീവിയുടെ ചിരു 158 എന്ന് താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ലാലേട്ടനെ ക്ഷണിച്ചിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ദാക്കു മഹാരാജ് എന്ന സിനിമയുടെ സംവിധായകന്റെ ഏറ്റവും പുതിയ സിനിമയിലാണ് ചിരഞ്ജീവി നായകനായി എത്തുന്നത്. അടുത്ത വർഷമാണ് ഷൂട്ടിംഗ്. ലാലേട്ടന്റെ തീരുമാനം എന്താണ് എന്നറിയുവാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.